ഞാനൊരു വിഷയത്തിൽ കിടക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തിയിരിക്കുന്ന രാജൻ പുന്നക്കലച്ചനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദഗിരി ഇടവകക്കാരെ, പ്രസാദഗിരി ഇടവകയുടെ ഈ ദുരന്തത്തിൽ ഇവരുടെ സങ്കടത്തോട് പങ്കുചേരാൻ വന്നിരിക്കുന്ന മറ്റ് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരുപാട് സങ്കടം നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ട്. നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 7 വർഷമായി തുടരുന്ന ഈ ദുരന്തം, ഈ ദുരന്തത്തിന്റെ കാരണമായിരിക്കുന്നത് സഭാ നേതൃത്വം മാത്രമല്ല, ഭരണകൂടവും കൂടിയാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമം. അപ്പൊ ഇവിടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഭരണകർത്താക്കള്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശാസനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ദുരുപയോഗം ചെയ്തു. നമ്മുടെ സഭാ നേതൃത്വം അഥവാ സഭാ നേതൃത്വം എന്ന് വിളിക്കുന്നതിനേക്കാൾ ശരിയായ പദം മത നേതൃത്വം എന്ന് വിളിക്കുന്നതാണ്. അയ്യന്മാരാണ്. അവരും പീലാത്തോസിന്റെ അരവനെയും കൈകോർത്ത് അവര് പെസഹായ്ക്ക് അടിച്ചു തൂക്കി കൊല്ലാനുള്ള ഒരു കുറ്റവാളിയായി അവര് കണ്ടെത്തിയതും അന്നാസ് സപ്ലൈ ചെയ്തതും യേശുക്രിസ്തുവിനെയായിരുന്നു. അതിന്റെ കാരണം മത നേതൃത്വത്തിന്റെ അഴുകിയ അധാർമിക ഭരണ സംവിധാനത്തെ പാവപ്പെട്ടവരെയും ആലപ്പുഴ വിഷയത്തിലെ ഈ മാർപ്പാപ്പയെ പോലും തെറ്റിദ്ധരിപ്പിച്ച കള്ള തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തതിന്റെ ബാക്കി പത്രമാണ് ഭരണകൂടവും ആ ഭരണകൂടം നിയന്ത്രിക്കുന്ന നിയമപാലകരും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് കൂടി നമ്മളെല്ലാം ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ അവന്റെ കുരിശിന്റെ വഴിയിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങള് പലരും കണ്ടിട്ടുണ്ടാകും, എന്റെ ലോഹയാണ് ഈ പോലീസ് വലിച്ചുകൂടി എടുത്തത്. CCTV ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാരോ കുരിശിന്റെ വഴിയിൽ 10ാം സ്ഥലോ 11ാം സ്ഥലത്തിന്റെ പാട്ടൊക്കെ ഇട്ട് അത് പ്രസിദ്ധം ചെയ്തിരുന്നു. അതില് ഇരയാക്കപ്പെട്ട ആള് ഞാൻ തന്നെയാണ്. അപ്പൊ അതില് കറുത്ത CCTVയില് വെളുപ്പാൻ നേരത്ത് 5 മണി നേരമായതുകൊണ്ട് മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ തന്നെ മുഖമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കള്ളത്തരങ്ങളിലൂടെ, പണക്കൊഴുപ്പിലൂടെ, ഭരണത്തിന്റെ സ്വാധീനത്തിലൂടെ തിന്മയെ കുടിയിരുത്താനായിട്ട് കള്ളത്തരങ്ങളെ കുടിയിരുത്താൻ ശ്രമിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ മത നേതൃത്വത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ഇടവക നേരിട്ട് അനുഭവിക്കുന്നത് കുർബാന വിഷയത്തില് മത നേതൃത്വം കാട്ടിയ കൊള്ളരുതായ്മകളും നിർവ്വകേടുകളുടെയും ബാക്കി പത്രമാണ് നിങ്ങളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തില് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ ഇടവക അനുഭവിച്ച അതേ അനുഭവത്തിന്റെ പരിച്ഛേദമാണ്. ഈ അതിരൂപതയില് 5ഓ 6ഓ വൈദികര് മാത്രമാണ് ഈ കള്ളത്തരത്തിലൂടെ വന്ന ഈ തീരുമാനം. കള്ളത്തരത്തിലൂടെ വന്നു എന്ന് പറയാൻ കാരണം എന്താണ്? മാർപ്പാപ്പയോട് പോലും കള്ളത്തരം എഴുതി പറ്റിച്ചിട്ടാണ് മാർപ്പാപ്പ 2021 ജൂലൈ 3-ാം തീയതി ഒരു കത്തെഴുതിയത്. തുടർച്ചയായി സിനഡെടുത്ത തീരുമാനം അനുസരിച്ച് നിങ്ങൾ 50-50 കുർബാന രീതി നടപ്പിലാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു എന്നെഴുതിയത്. തുടർച്ചയായി 99-ന് ശേഷം നടന്ന 32 സിനഡ് യോഗങ്ങളിലും ഒരു സിനഡ് യോഗത്തിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കെ അങ്ങനെ ഒരു നുണ പരമയോഗ്യനായ വിശുദ്ധനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറഞ്ഞു പറ്റിച്ചത് ആരാണ്? ഇത് നമ്മുടെ സിനഡിലെ മെത്രാന്മാര് ചോദിച്ചിട്ട് പോലും ഇന്നേ വരെ അതിന് ഒരു ഉത്തരം തരാനോ, അതിന്റെ കടലാസുകളെല്ലാം റോമില് ഓറിയന്റൽ കോൺഫറൻസിന്റെ കയ്യിലും ഇവിടെ നിന്ന് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ കത്തുകൾ അയച്ച മേർച്ച ആർച്ച് ബിഷപ്പാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇന്നേ വരെ സിനഡിൽ അത് ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. 32 സിനഡിലും ഇല്ലാത്ത ഈ തീരുമാനം ഒരു നുണയായി മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച കാര്യം മെത്രാന്മാരോട് നിങ്ങൾക്കറിയാം. ഇതിക്ക് മുമ്പും പല സംഭാഷണങ്ങള് മെത്രാൻ സമിതികളുമായിട്ട് നടത്തി. ഞാൻ അതിൽ പലതിലും ഞാനും അംഗമായിരുന്നു. മെത്രാന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ന്യായപ്രതിരോധമാണ്, അതൊക്കെ കഴിഞ്ഞുപോയ സംഭവമല്ലേ, അതൊന്നും ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ മണ്ണിട്ട് കുഴിച്ചു മൂടിയ കല്ലറയിൽ സത്യങ്ങൾ മൂടിയാലും അത് കല്ലെടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളാണ് പലപ്പോഴും സഭാ നേതൃത്വം. അത് 3 നാൾ ഉയർത്തെഴുന്നേൽക്കും, ഒരിക്കലും സത്യത്തെ കുഴിച്ചു മൂടാൻ കഴിയില്ല എന്ന സത്യം ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലെ പ്രഘോഷിക്കുന്നവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതിനെ തുടർന്ന് വീണ്ടും മാർപ്പാപ്പയുടെ ഒരു വീഡിയോ സന്ദേശം വന്നത് നമുക്കറിയാം. അതിലും ഒരുപാട് നുണകളും തെറ്റായ വിവരങ്ങളും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പരിണിത ഫലം ആ വീഡിയോയുടെ അകത്തുണ്ടായിരുന്നു. ആ വീഡിയോയില് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടതും
ആ വീഡിയോ ഈ അതിരൂപതയിലെ ഒരു വിശ്വാസികളും സ്വീകരിക്കാതെ പരിത്യക്തമായി പോയതിന് കാരണം മാർപ്പാപ്പയെ, പരിശുദ്ധനായ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് നമ്മുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർപ്പാപ്പ തന്നെ നിയോഗിച്ച മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തില് ഒരുപാട് തെറ്റായ വിവരങ്ങള് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് എഴുതി. അതിൽ ഏറ്റവും ഗൗരവമായ ആരോപണം അദ്ദേഹം എഴുതിയത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായിലും വൈദികരും നോൺ ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്, തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പണവും സാങ്കേതികമായ സഹായങ്ങളും നേടിക്കൊണ്ടാണ് ഈ സമരങ്ങളും ഈ അനുസരണക്കേടും നടത്തുന്നത് എന്നാണ്. ഇതേ ആരോപണം അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനഡ് യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ മെത്രാന്മാർ ചോദിച്ചു അതിന് തെളിവെന്താണ്. അദ്ദേഹത്തിന് തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ കസേരയിൽ ഇരിക്കുന്ന ആൾ അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം തന്നെ അടിസ്ഥാനമില്ലാത്ത ഈ ആരോപണം മാർപ്പാപ്പയ്ക്ക് എഴുതിയതിനെ തുടർന്നാണ് മാർപ്പാപ്പയുടെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഈ ദൈവശാസ്ത്രപരമോ ആരാധനക്രമപരമായ യാതൊരു കാരണത്താലും അല്ല നിങ്ങൾ ഇത് അനുസരിക്കാത്തത്, തികച്ചും ഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയാം എന്നാണ് മാർപ്പാപ്പ എഴുതിയത്. മാർപ്പാപ്പയ്ക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹം എഴുതി അറിയിച്ചതാണ്. ആരാധനാക്രമവും ദൈവശാസ്ത്രവുമായ കാരണങ്ങൾ തന്നെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് ലോകമാകസകലമുള്ള കത്തോലിക്ക സഭയിൽ എല്ലാ റീത്തുകളിലും ജനാഭിമുഖമായ കുർബാന ഉണ്ടായത്. ജനാഭിമുഖമായ കുർബാന ഉണ്ടായതിന്റെ പുറകിലെ കാര്യം എന്താണ്? പൗരോഹിത്യ മേധാവിത്വത്തെ അടിച്ചമർത്തി മാമോദീസയിലൂടെ സ്വീകരിക്കപ്പെട്ട പൊതുപൗരോഹിത്യത്തിലൂടെ എല്ലാവർക്കും തുല്യമായി പങ്കുവയ്ക്കപ്പെടുന്ന പൗരോഹിത്യത്തിലൂടെ മേശയ്ക്ക് ചുറ്റും നിന്ന് ബലിയർപ്പിക്കുന്ന മാമോദീസ സ്വീകരിച്ച എല്ലാവരും തുല്യ മഹത്വമുള്ളവരാണെന്നും തുല്യരാണെന്നും അവരെ സേവനം ചെയ്യുന്നവർ മാത്രമാണ് പുരോഹിതരെന്നുമുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭാശാസ്ത്രം പിരമിഡ് പോലെ ഉയർന്നു നിന്ന സഭയുടെ ഘടനയെ മറിച്ചിട്ട റിവേഴ്സ് പിരമിഡാക്കിയ കത്തോലിക്ക സഭയുടെ വലിയ വിപ്ലവമായ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിലാണ് ജനാഭിമുഖ കുർബാന ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഈ ലോകമാസകലം ഇന്നും ആഘോഷിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഈ കുർബാനയെ വീണ്ടും തകിടം മറിച്ച് ഒരു മ്യൂസിയം പീസാക്കി കത്തോലിക്ക സഭയില് നമ്മളുടെ സഭയെ മാറ്റാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരിക്കലും ഇവിടെ ഈ 60 വർഷമായി തുടരുന്ന ഈ ജനാഭിമുഖ കുർബാന മാത്രമല്ല ജനാഭിമുഖം. നമ്മുടെ ഇടവകളുടെ സംവിധാനം ജനാഭിമുഖമാണ്. അതുകൊണ്ടാണ് അതേ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ മുറ്റത്ത് ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഇടവക സംവിധാനത്തില് തുല്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇടവകയെ നയിക്കാനുള്ള ക്രിസ്തുവിന്റെ രാജകീയ പ്രവാചക പൗരോഹിത്യത്തിന്റെ അഭിഷേകം നമ്മളെല്ലാവരും മാമോദീസയോടെ സ്വീകരിച്ചുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചു. അതിനെ തുടർന്ന് 60 വർഷമായി നമ്മൾ ആ ദൈവശാസ്ത്രത്തിന്റെ പ്രായോഗിക തലങ്ങൾ ഇടവകയിൽ ജീവിക്കുന്നവരാണ്. വിശുദ്ധ കുർബാനയിലൂടെ അതിന്റെ പ്രായോഗികമായ അവകാശങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പൊ ഇതിനെ തകിടം മറിച്ച് ഈ രൂപതയെ പുറകോട്ട് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരും ഇത് സമ്മതിക്കില്ല എന്ന അറിവോട് കൂടിയാണ് നുണകളിലൂടെ കള്ളത്തരത്തിലൂടെ മാർപ്പാപ്പയെ പോലും ദുരുപയോഗിച്ച് ഇതിവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത് അനുസരിക്കാത്ത എല്ലാ വൈദികരെയും മഹറം ചൊല്ലുമെന്ന വലിയൊരു ഭീഷണി കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഉയർത്തിയിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. എല്ലാ വൈദികരും 450 വൈദികരും മഹറം ചൊല്ലുമെന്ന് പറഞ്ഞപ്പോ നമ്മളൊന്ന് പറഞ്ഞു ഓരിന് വാടാ എന്ന് നമ്മൾ വിളിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മഹറം ചൊല്ലാൻ പറയും. കത്തോലിക്ക സഭയില് സത്യമായും നിത്യമായും നിലനിൽക്കുന്ന സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന പരിശുദ്ധ കൗൺസില് 2000-ലധികം മെത്രാന്മാർ ഒന്നിച്ചെടുത്ത തീരുമാനത്തിന്റെ ചൈതന്യത്തില് നടത്തപ്പെട്ട ഈ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നതിന്റെ പേരില് ആർക്കാണ് ഞങ്ങളെ മഹറം ചൊല്ലാനായി കഴിയുക, അധികാരമുള്ളതെന്ന് നട്ടല് നിവൃത്തി ചോദിച്ചപ്പോ സിനഡ് പുറകോട്ട് പോയ കാര്യം നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 4-5 വൈദികര് സ്ഥാനമർഹികളായവര് 12 പേരിൽ ഒരുവൻ ഒറ്റുകാരനായിരുന്നെങ്കിൽ തീർച്ചയായും 490 പേരിൽ 5-8 പേരുണ്ടാകും. അങ്ങനെ 5-8 പേരെ മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ഏതാനും ഇടവുകളിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയില് പ്രശ്നം ഉണ്ടാക്കിയത് ഇതുപോലത്തെ പൂതവേലി ആന്റണി എന്ന് പറഞ്ഞ അച്ഛനെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ചുകൊണ്ടാണ്. ആരെയാണ് മാറ്റിയത്? മോൺസ്ക്രമത്തിൽ അദ്ദേഹം നടത്തിയ ആഴമായ പഠനങ്ങളുടെ സംഭാവനയെ പരിഗണിച്ച് മാർപ്പാപ്പ നേരിട്ട് മോൺസിഞ്ഞൂർ പദവി നൽകിയ ആ വൈദികനെ കൊള്ളരുതാത്തവനാണ്, അനുസരിക്കാത്തവനാണെന്ന് പറഞ്ഞ് സ്ഥലം നീക്കിയത് ആരാണ്? അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലിത്തയാണ്. 2 മാസത്തിനകം ആൻഡ്രൂസ് മെത്രാപ്പൊലിത്ത ചെയ്തത് തെമ്മാടിത്തമാണെന്ന് കത്തോലിക്ക സഭയുടെ കോടതി വിധിക്കാൻ പോവുകയാണ്. ഒരു ദിവസമെങ്കിലും റിട്ടയർ ആയെങ്കിലും ആന്റണി നരിവിളച്ചൻ വീണ്ടും എറണാകുളം ബസിലിക്കയിൽ വന്നിരിക്കും, വികാരിയായിട്ട് വന്നിരിക്കും. ആ വൈദികനെ മാറ്റിക്കൊണ്ടാണ് ആന്റണി പുതുവേലി എന്ന അച്ഛനെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്.
ആ അച്ഛനെ ഇപ്പോൾ വീണ്ടും അവർ സ്വയം നീതീകരിക്കാൻ വേണ്ടിയാണ് ഈ ഏതാനും വൈദികരെ അവർ നിന്നു കൊടുക്കാൻ തയ്യാറുള്ള വൈദികരെ അവരുടെ കള്ളത്തരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. സങ്കടമുണ്ട്. അതിന് ഇരയാക്കപ്പെട്ടവരെ ഞങ്ങളുടെ ഒരു മകൻ നാടിനു വേണ്ടി കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുകയാണല്ലോ. ഞങ്ങളൊക്കെ അച്ഛനാകാനായിട്ട് ഇറങ്ങിപ്പോകുന്നതിന്റെ തലേ രാത്രി വീട്ടിൽ വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി പറയും.